നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനുള്ള സംസ്ഥാന കോൺഗ്രസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ നിലപാടുകളും ഒക്കെ കൂടി ആയപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി ഇതിൻ്റെ മറ്റൊരു വശം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഏതായാലും സംസ്ഥാന കോൺഗ്രസിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങൾ നടക്കുന്നതൊക്കെ നമുക്കറിയാം. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും. അതെ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പോകുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് പോകുന്നുണ്ട്, MP-മാർ ഇവരെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ പുനഃസംഘടന എന്ന റിപ്പോർട്ട് നിലനിൽക്കുന്നതിനിടെയാണ് ഇവരെയൊക്കെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, സംസ്ഥാന കോൺഗ്രസിൽ പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാകണമെന്ന റിപ്പോർട്ട് തന്നെയാണുള്ളത്. സമ്പൂർണ്ണമായ ഒരു പുനഃസംഘടന ഉണ്ടാകണം എന്ന റിപ്പോർട്ട്. അപ്പോൾ എല്ലാവരെയും കൂടി ഇരുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്, ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള പരിഹാര ശ്രമങ്ങളൊക്കെയും എത്ര കണ്ട് ഫലം കാണുമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, കഴിഞ്ഞ ദിവസങ്ങളിലായി 2 റിപ്പോർട്ടുകൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള സുനിൽ കനഗുലുവിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടുകളാണ്. ഈ 2 റിപ്പോർട്ടുകളും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഒരു സമ്പൂർണ്ണമായ നേതൃമാറ്റം കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1 വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. അടുത്ത വർഷം മാർച്ച് മാസത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരും. ഏപ്രിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനാൽ വരുന്ന 6 മാസത്തിനകം തന്നെ ഈ ഒരു നേതൃമാറ്റം പൂർണ്ണമായി തന്നെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പുനഃസംഘടനയിലൂടെ പുതിയ KPCC അധ്യക്ഷനും ഏതാണ്ട് 10ഓളം ജില്ലകളിൽ പുതിയ DCC അധ്യക്ഷന്മാരും ഒക്കെ വന്നാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും 3ാം തവണയും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പാർട്ടി സമ്പൂർണ്ണമായി മറ്റ് പല ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ പാർട്ടി പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാകും എന്ന സന്ദേശം നൽകുന്ന റിപ്പോർട്ടാണ് കനഗുലു ആണെങ്കിലും ഈ ദീപാദാസ് മുൻഷി ആണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നേതൃത്വത്തെ കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വീണ്ടും 3ാം തവണയും തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകുമെന്ന് ഈ റിപ്പോർട്ടുകൾ നിർദ്ദേശിക്കുന്നു. അതിനാൽ തന്നെയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ ഈ പ്രമുഖ നേതാക്കളെല്ലാം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഇവരെല്ലാം ഇതിനകം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം MP-മാരോടും ഡൽഹിയിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സമ്പൂർണ്ണ യോഗം കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഈ സംസ്ഥാന നേതാക്കളും തമ്മിൽ ഒരു യോഗമായി നടക്കും. അതുകൂടാതെ ഒറ്റയ്ക്ക് നേതാക്കളെ വിളിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനും സാധ്യതയുണ്ട്. ഒപ്പം ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം. കാരണം ശശി തരൂർ വലിയ തലവേദന കോൺഗ്രസിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിനകം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നു. അങ്ങനെ വിവാദങ്ങൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളെ, പ്രമുഖ നേതാക്കളെ എല്ലാം ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ.